ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ജൂലൈ 21 ചാന്ദ്ര ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കുന്ന, എല്ലാ വർഷവും ആവർത്തിച്ച് ചോദിക്കുന്നതും അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 30 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ സ്കൂളുകളിലും ക്ലബ്ബുകളിലും നടക്കുന്ന ക്വിസ് മത്സരത്തിൽ ഈ പറഞ്ഞ ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യങ്ങൾ, ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ ചോദ്യങ്ങളും അവസാനം വരെ കണ്ടു പഠിച്ച് ഇതെല്ലാം നിങ്ങൾക്കറിയാമെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കിനി നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം നമ്പർ 1. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയ ബഹിരാകാശ പേടകത്തിൻ്റെ പേരെന്താണ്? വളരെ ഈസിയായ ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം അപ്പോളോ 11. അപ്പോളോ 11 എന്ന ബഹിരാകാശ പേടകത്തിലാണ് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയത്. എപ്പോഴാണ് ചന്ദ്രനിൽ ഇറങ്ങിയത്? ഡേറ്റ് ഓർത്തിരിക്കുക, 1969 ജൂലൈ 20. അതുകൊണ്ടാണ് എല്ലാ വർഷവും ജൂലൈ 21 നമ്മൾ ചാന്ദ്ര ദിനമായി ആഘോഷിക്കുന്നത്. അമേരിക്കൻ സമയം ജൂലൈ 20 ആണ്. ആ ഒരു കൃത്യസമയം ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അത് ജൂലൈ 21 ആണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നമ്മൾ ജൂലൈ 21 ചാന്ദ്ര ദിനം ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഓർത്തിരിക്കുക. ചോദ്യം നമ്പർ 2. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൗത്യത്തിനൊപ്പം റഷ്യ അയച്ച എന്നാൽ ചന്ദ്രനിൽ തകർന്നു വീണ ദൗത്യം ഏതാണ്? ഉത്തരം ലൂണ 25. റഷ്യയുടെ ലൂണ 25 എന്ന ചന്ദ്രനിലേക്ക് അയച്ച മിഷൻ അത് ചന്ദ്രനിൽ തകർന്നു വീഴുകയാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൗത്യത്തിനൊപ്പം റഷ്യ അയച്ച മിഷനാണ് ലൂണ 25. എന്നാൽ അത് ചന്ദ്രനിൽ തകർന്നു വീഴുകയായിരുന്നു. ഉത്തരം ലൂണ 25. ചോദ്യം നമ്പർ 3. പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്ന പ്രതിഭാസത്തിന്റെ പേരെന്താണ്? ചന്ദ്രന് ചുവപ്പ് നിറമാണെങ്കിൽ ഓർത്തിരിക്കുക, അത് ബ്ലഡ് മൂൺ ആണ്. പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുമ്പോൾ ആ ചന്ദ്രനെ നമ്മൾ വിളിക്കുന്ന പേര് ബ്ലഡ് മൂൺ എന്നാണ്. ബ്ലഡ് മൂണിനെ പറ്റി പഠിക്കുമ്പോൾ ബ്ലൂ മൂണിനെ പറ്റിയും അറിഞ്ഞിരിക്കുക. ഒരേ കലണ്ടർ മാസത്തിൽ വരുന്ന രണ്ടാമത്തെ പൂർണ്ണ ചന്ദ്രനെയാണ് അല്ലെങ്കിൽ ഫുൾ മൂണിനെ നമ്മൾ വിളിക്കുന്ന പേര് ബ്ലൂ മൂൺ എന്നാണ്. അപ്പോൾ ബ്ലൂ മൂണിനെ പറ്റിയും ബ്ലഡ് മൂണിനെയും പറ്റിയും അറിഞ്ഞിരിക്കുക. അടുത്ത എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്, ചന്ദ്രനെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ്? ചന്ദ്രനെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയുടെ പേര്. ഉത്തരം സെലനോളജി. സെലനോളജി എന്നാണ് ചന്ദ്രനെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയുടെ പേര്. സെലനോളജി പഠിക്കുമ്പോൾ സെലനോഗ്രഫി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഓഫ് പ്ലാനറ്ററി സയൻസ് കൂടി ഓർത്തിരിക്കുക. മൂണിൻ്റെ സർഫസിനെ പറ്റി പഠിക്കുന്ന പഠനശാഖയുടെ പേരാണ് സെലനോഗ്രഫി. അപ്പോൾ സെലനോളജിയും സെലനോഗ്രഫിയും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. ആറാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ചന്ദ്രൻ്റെ വെളിച്ചം ഭൂമിയിൽ എത്താനെടുക്കുന്ന സമയം എത്രയാണ്? ചന്ദ്രനിൽ നിന്ന് ലൈറ്റ് ഭൂമിയിൽ എത്താനെടുക്കുന്ന സമയം 1.3 സെക്കൻഡാണ്. ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താനെടുക്കുന്ന സമയം എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. ഉത്തരം 500 സെക്കൻഡ് അല്ലെങ്കിൽ 8 മിനിറ്റ് 20 സെക്കൻഡ്. അപ്പോൾ സൂര്യനിൽ നിന്നും അതുപോലെ തന്നെ ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിൽ എത്താനെടുക്കുന്ന സമയം ഓർത്തിരിക്കുക, ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ചോദ്യം നമ്പർ 6. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ എത്ര ശതമാനം ഭാഗം, അതായത് ചന്ദ്രൻ്റെ മൊത്തം ഭാഗത്തിൻ്റെ എത്ര ശതമാനമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്? ഉത്തരം 59%. ഇത് ഓർത്തിരിക്കുക, 59%. ചന്ദ്രൻ്റെ മൊത്തം ഭാഗത്തിൻ്റെ 59% മാത്രമാണ് നമ്മൾക്ക് ഭൂമിയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ഇതിൽ 50% നമുക്ക് കാണുന്നതിൻ്റെ റീസൺ നിങ്ങൾക്കറിയാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ ഒരു പകുതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കിയുള്ള 9% വരുന്നത് ചന്ദ്രൻ്റെ വോബിൾ, അതായത് ചന്ദ്രൻ ചെറുതായി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് പോലെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. നമ്മളൊരു പമ്പരം കറക്കുകയാണെങ്കിൽ അത് നേരെ നിന്ന് കറങ്ങുകയല്ല, അതിനു പകരം എന്താണ് സംഭവിക്കുന്നത്? കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഇളക്കം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രനും ചെറിയ രീതിയിൽ ആടുന്നുണ്ട്. വോബിൾ എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് ടേം. അങ്ങനെ ആടുന്നത് കൊണ്ടാണ് ഈ ഒരു എക്സ്ട്രാ 9% നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ ചെറിയൊരു ചെരിവും കൂടിയുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ബാക്കിയുള്ള 9% നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് 59% ഭാഗം ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.
ഏഴാമത്തെ ചോദ്യം, ചന്ദ്രന്റെ ആകർഷണ ബലം ഭൂമിയുടെ ആകർഷണ ബലത്തിന്റെ എത്ര ഭാഗമാണ്? ഉത്തരം 1/6. ചന്ദ്രന്റെ ആകർഷണ ബലം ഭൂമിയുടെ ആകർഷണ ബലത്തിന്റെ 1/6 മാത്രമാണ്. 1/6 ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത് ആണ് നമ്മുടെ ചന്ദ്രന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എട്ടാമത്തെ ചോദ്യം എല്ലാ വർഷവും ചോദിക്കുന്ന വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ചന്ദ്രനിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ഇന്ത്യൻ ചാന്ദ്ര ദൗത്യത്തിന്റെ പേരെന്ത്? ഉത്തരം നിങ്ങൾക്കൊക്കെ അറിയാം, ചാന്ദ്രയാൻ 1 ആണ്. ചാന്ദ്രയാൻ 1 എന്ന ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രനിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ആ ഒരു ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ച തീയതി ഓർത്തിരിക്കുക, 2008 ഒക്ടോബർ 22. ചോദ്യം നമ്പർ 9 ചാന്ദ്രയാനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ചാന്ദ്രയാൻ 1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ഉത്തരം PSLV C-11. PSLV C-11 എന്ന് പറയുന്ന റോക്കറ്റാണ് ചാന്ദ്രയാൻ 1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ചത്. ചോദ്യം നമ്പർ 10 ചാന്ദ്രയാൻ 2ലെ ലാൻഡറിന്റെയും റോവറിന്റെയും പേരുകൾ എന്തൊക്കെയാണ്? ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പല കുട്ടികൾക്കും എന്താണ് ഈ ഒരു ലാൻഡർ റോവർ എന്നത് തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. ആദ്യം തന്നെ എന്താണ് ലാൻഡർ എന്ന് പറയാം. എ സ്റ്റേഷനറി സ്പേസ് ക്രാഫ്റ്റ് ദാറ്റ് ലാൻഡ്സ് ഓൺ ദ സർഫസ് ഇറ്റ് കനോട്ട് മൂവ് ഫ്രം ഇറ്റ്സ് ലാൻഡിംഗ് സ്പോട്ട്. ഇതാണ് ലാൻഡർ. അതായത് ലാൻഡറിന് ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ സാധിക്കില്ല. അവിടെ ഏത് സ്ഥലത്താണോ അത് ലാൻഡ് ചെയ്തത് ആ ഒരു സ്ഥലത്തെ പറ്റിയായിരിക്കും ലാൻഡർ പഠിക്കുന്നത്. എന്നാൽ റോവർ എന്ന് പറയുന്നത് ഇതിന് ഒരു മൊബൈൽ ആയിട്ടുള്ള സംഭവമാണ്. റോവർ എന്ന് പറയുന്നത് ഇതൊരു മൊബൈൽ റോബോട്ടാണ്. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ദൂരം സഞ്ചരിച്ച് ആ ഒരു സർഫസിനെ പറ്റി പഠിക്കാൻ സാധിക്കും. അപ്പോൾ മൂവ് ചെയ്യാൻ സാധിക്കുന്ന സംഭവമാണ് റോവർ എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രയാൻ 2ന്റെ ലാൻഡറിന്റെയും റോവറിന്റെയും പേരുകൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദ്യം. ചന്ദ്രയാൻ 2ന്റെ ലാൻഡറിന്റെ പേര് വിക്രം എന്നായിരുന്നു. ചന്ദ്രയാൻ 2ലെ മൂവ് ചെയ്യാൻ പറ്റുന്ന റോവറിന്റെ പേര് പ്രഗ്യാൻ എന്നായിരുന്നു. അപ്പോൾ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി പേടകം ഇറക്കി ചരിത്രം സൃഷ്ടിച്ച ദൗത്യം ഏതാണ്? ഉത്തരം ചാന്ദ്രയാൻ 3 ആണ്. ഇന്ത്യ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി പേടകമിറക്കി ചരിത്രം സൃഷ്ടിച്ച ദൗത്യമാണ് ചാന്ദ്രയാൻ 3. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവം അല്ലെങ്കിൽ സൗത്ത് പോളിൽ പേടകങ്ങളൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ചാന്ദ്രയാൻ 3 ആണ്. 12ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഉപരിതലത്തിൽ അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചരിത്ര ദിനം എന്നാണ്? ഉത്തരം 2023 ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചരിത്ര ദിനം 2023 ഓഗസ്റ്റ് 23 ആണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി മറക്കരുത്, 2023 ജൂലൈ 14 തീയതിയാണ്. എവിടെ നിന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സ്റ്റേഷൻ, ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് നമ്മുടെ ചന്ദ്രയാൻ 3 പുറപ്പെട്ടത്, ലോഞ്ച് ചെയ്തത്. എന്നാണ്? ജൂലൈ 14, 2023. അതെവിടെയാണ് എത്തിയത്? ആ ദക്ഷിണ ധ്രുവത്തിലാണ്. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് എത്തിയത്. എപ്പോഴാണ്? 2023 ഓഗസ്റ്റ് 23. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 2 തകർന്നു വീണ ചന്ദ്രനിലെ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഉത്തരം തിരങ്ക പോയിന്റ്. ചന്ദ്രയാൻ 2 തകർന്നു വീണ ചന്ദ്രനിലെ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് തിരങ്ക പോയിന്റ് എന്ന് പറയുന്ന പേരിലാണ്. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 വിജയകരമായി ലാൻഡ് ചെയ്ത ഓഗസ്റ്റ് 23 ഇന്ത്യയിൽ ഇനി മുതൽ ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ഉത്തരം ദേശീയ ബഹിരാകാശ ദിനം അല്ലെങ്കിൽ നാഷണൽ സ്പേസ് ഡേ. ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 വിജയകരമായി ലാൻഡ് ചെയ്തതുകൊണ്ട് ഓഗസ്റ്റ് 23 ഇന്ത്യയിൽ ഇനി മുതൽ ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? നാഷണൽ സ്പേസ് ഡേ. ചോദ്യം നമ്പർ 15 ചന്ദ്രയാൻ 3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച കരുത്തുറ്റ റോക്കറ്റ് ഏതാണ്? ഉത്തരം LVM-3M4 എന്നാണ് ഈ ഒരു റോക്കറ്റിൻ്റെ പേര്. ഇത് പല രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു റോക്കറ്റ് ഫാറ്റ് ബോയ് എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഫാറ്റ് ബോയ് എന്നറിയപ്പെടുന്ന കരുത്തുറ്റ റോക്കറ്റ് ചോദിച്ചാലും ഉത്തരം LVM-3M4 എന്ന റോക്കറ്റാണ്. ഈ ഒരു റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ചന്ദ്രയാൻ 3യും ചന്ദ്രയാൻ 2വും വിക്ഷേപിച്ചത് എന്ന് ഓർത്തിരിക്കുക. ഉത്തരം LVM-3M4 ഫാറ്റ് ബോയ് എന്നുകൂടി അറിയപ്പെടുന്നു.
ചോദ്യം നമ്പർ 16. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഉത്തരം 4ാമത്തെ രാജ്യമാണ്. ആദ്യം USA ആണ്, അതിനുശേഷം റഷ്യ, അതിനുശേഷം ചൈന എന്നിവർക്ക് ശേഷം നമ്മുടെ 4ാമത്തെ രാജ്യമാണ്, ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. 17ാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യം, കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട ചോദ്യം. നാസ വീണ്ടും മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന പുതിയ ദൗത്യത്തിന്റെ പേരെന്താണ്? പത്രത്തിലൂടെയും കറണ്ട് അഫെയർസിലൂടെയും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഉത്തരം ആർടെമിസ് എന്ന് പറയുന്ന ദൗത്യമാണ്. നാസ വീണ്ടും മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന ദൗത്യത്തിന്റെ പേരാണ് ആർടെമിസ്. അടുത്ത ചോദ്യം, ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം 27.3 ദിവസങ്ങൾ. ഉത്തരം 27.3 ദിവസം. ചോദ്യം നമ്പർ 19. സൂപ്പർ മൂൺ എന്നാൽ എന്താണ്? സൂപ്പർ മൂൺ എന്നാൽ എന്ത്? ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന പൗർണമി ദിവസത്തെയാണ് നമ്മൾ സൂപ്പർ മൂൺ എന്ന് പറയുന്നത്. സാധാരണയേക്കാൾ വലുപ്പത്തിലും തിളക്കത്തിലും നമുക്ക് ഈ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കുന്നതാണ്. ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസമാണ് സൂപ്പർ മൂൺ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വിസ് ആൻഡ് ഫാക്ട്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുന്നു. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. PDF വേണ്ടവർ ഇപ്പോൾ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ സ്റ്റഡി ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പോസ്റ്റ് ചെയ്ത ആ ഒരു സ്റ്റഡി ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് വായിച്ചു നോക്കിയ ശേഷം താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അഡ്മിന് മെസ്സേജ് അയയ്ക്കുക. അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ചന്ദ്രൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയായിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം അപ്പോജി. അതായത് ചന്ദ്രൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയായിരിക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേര് അപ്പോജി എന്നാണ്. ചന്ദ്രൻ അതിൻ്റെ പാതയിൽ ഭൂമിയിൽ നിന്നും ഏറ്റവും ദൂരത്തേക്ക് മാറുന്ന സമയമാണിത്. ഈ സമയത്ത് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരം ഏകദേശം 4,05,500 കിലോമീറ്റർ ആണ്. ഈ സമയത്ത് വെളുത്ത വാവ് അല്ലെങ്കിൽ ഫുൾ മൂൺ വരികയാണെങ്കിൽ ആ ഒരു മൂണിനെ നമ്മൾ പറയുന്ന പേരാണ് മൈക്രോ മൂൺ. ഇതോടൊപ്പം അതായത് അപ്പോജിയോടൊപ്പം കമ്പയർ ചെയ്ത് തന്നെ നമ്മൾക്ക് പെരിജിയെ പറ്റിയും പഠിക്കാം. പെരിജി എന്നാണ് ഇതിനെ പറയുന്നത്. ചന്ദ്രൻ അതിൻ്റെ ഭ്രമണപഥ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസത്തെയാണ് നമ്മൾ അല്ലെങ്കിൽ അടുത്തു വരുന്ന സമയത്തെയാണ് നമ്മൾ പെരിജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സമയത്ത് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരം ഏകദേശം 3,63,300 കിലോമീറ്റർ ആണ്. അങ്ങനെ ഈ ഒരു പെരിജിയുടെ സമയത്ത് വെളുത്ത വാവ് അല്ലെങ്കിൽ ഫുൾ മൂൺ വരികയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ സൂപ്പർ മൂൺ. അപ്പോൾ അപ്പോജിയെ പറ്റിയും അതുപോലെ തന്നെ പെരിജിയും പറ്റി അറിഞ്ഞിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്കിനി ഈ ഒരു വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. ചന്ദ്രയാൻ 1 ദൗത്യത്തിൻ്റെ സമയത്തെ ISROയുടെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, പേര് നിർബന്ധമായും രേഖപ്പെടുത്തുക. വിന്നേഴ്സിനെ നമ്മൾ നാളെ രാവിലെ ഒരു ഫൈനൽ വീഡിയോ വരുന്നുണ്ട് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട. ആ ഒരു റിവിഷൻ വീഡിയോയുടെ അവസാനം ഈ ഒരു ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച എല്ലാ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സിനെ നമ്മൾ ആ ഒരു വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. 20 ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അഡീഷണൽ ഇൻഫർമേഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഏകദേശം 45ഓളം ചോദ്യങ്ങൾ നിങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. വെറുതെ ചോദ്യത്തിൻ്റെ എണ്ണം കൂട്ടിയത് കൊണ്ട് കാര്യമില്ല. നമ്മൾ എത്രത്തോളം കണ്ടൻ്റാണ് പഠിക്കുന്നത്, എത്രത്തോളം ക്വിസിന് വേണ്ട കണ്ടൻ്റാണ് പഠിക്കുന്നത് എന്നതിലാണ് കാര്യം. അങ്ങനെ നോക്കുകയാണെങ്കിൽ 45 തൊട്ട് 50ഓളം ചോദ്യങ്ങളുടെ കണ്ടൻറ്റ് നിങ്ങൾ ഈ ഒരു ഒറ്റ വീഡിയോയിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വെറുതെ ചോദ്യവും ഉത്തരവും മാത്രം പഠിക്കാതെ അഡീഷണൽ ഇൻഫർമേഷൻ കൂടി ശ്രദ്ധിക്കുക. ചിലപ്പോൾ അതും ക്വിസിന് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോയിലെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ നിർബന്ധമായി അത് കാണുക. കാരണം കറണ്ട് അഫെയർസ് ഉൾപ്പെടെയുള്ള ആർടെമിസ്, അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് നടന്ന സ്പേസ് മിഷൻസും എല്ലാം ഉൾപ്പെടെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണുക. ഈ പറഞ്ഞ വീഡിയോസ് എല്ലാം ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ട് ഇതിലെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ചാന്ദ്രദിന ക്വിസിൽ നല്ലൊരു മാർക്ക് നേടാൻ സാധിക്കുന്നതാണ്. ക്വിസ് ആൻഡ് ഫാക്ട്സ് അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും പോയി കാണുക. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് PDFകൾ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും ചാന്ദ്രദിന ക്വിസിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.